ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയൊരു പലഹാരമാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 5 ബ്രെഡ് എടുത്ത് അരികൊക്കെ കട്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പാല് തിളക്കാൻ വെച്ചിരുന്നു. അത് തിളച്ചു എന്ന് നോക്കാം. നമുക്കതിലേക്ക് കുറച്ച് ചൂടായതിന് ശേഷം കുറച്ച് പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് ഇല്ലാതെയും കുറച്ചും കൂട്ടിയൊക്കെ ചേർക്കാം. നമ്മൾ ആ ബ്രെഡ് കഷ്ണങ്ങൾ ഇതിലേക്ക് ഓരോന്നൊന്നായി ചേർക്കാം. നമുക്കിത് ഒരു 5 മിനിറ്റ് ഇതിലൊന്ന് അലിയാൻ വേണ്ടി മിക്സ് ആവാൻ വേണ്ടി റെസ്റ്റ് എടുക്കാൻ വെക്കാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായി ഇതിലേക്ക് പൊട്ടിച്ചിടാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിലേക്ക് 4 നാം ചേർത്ത് കഴിഞ്ഞ് ഇനി നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. എഗ്ഗ് ബീറ്റർ കൊണ്ട് നല്ല രീതിയിൽ ഇത് പതഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇത് ഇളക്കിയെടുക്കണം. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത്. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വാനില എസൻസ് 1/2 സ്പൂൺ ചേർക്കാം. വാനില എസൻസ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്നുകൂടെ മിക്സാക്കി എടുക്കേണ്ടതുണ്ട്. കുറച്ചുകൂടെ അടിച്ചെടുക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ നെയ്യൊഴിച്ച് എല്ലായിടത്തും പരക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് വേവിച്ചതിന് ശേഷം, ചെറിയ തീയിൽ മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. അതിന് ശേഷം നമുക്കിത് വെന്ത് കിട്ടും. ഒരു പപ്പടക്കോലെടുത്ത് ഇത് വെന്തിട്ടുണ്ടോയെന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ വറുത്തെടുക്കേണ്ടതുണ്ട്. മുകളിൽ ഇടാനാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അലങ്കരിച്ചൊന്ന് വെച്ച് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ കൊതിയൂറുന്ന ഈ വിഭവം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ കുറച്ച് ചേരുവകൾ ഇതിനാവശ്യമുള്ളൂ. മാത്രമല്ല ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.